ബെസ്റ്റ് ഇൻഫോയുടെ LP-UP ഇൻ്റർവ്യൂ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്വസ്റ്റ്യൻ, സ്പൈറൽ കരിക്കുലം എന്ന ആശയം മുന്നോട്ട് വെച്ചതാര്? പാഠ്യപദ്ധതി രൂപീകരണത്തിലെ ഒരു സമീപനമാണ് സ്പൈറൽ സമീപനം. ജെറോം എസ് ബ്രൂണറാണ് ഈ സമീപനത്തിൻ്റെ വക്താവ്. പഠന വിഷയത്തിൻ്റെ ഏറ്റവും ലഘുവും സരളവുമായ വശങ്ങൾ ആദ്യവും പിന്നീട് പഠിതാക്കളുടെ മാനസിക വികസനത്തിനൊത്ത് തുടർന്നുള്ള വർഷങ്ങൾ കൂടുതൽ ആഴത്തിൽ പഠിപ്പിക്കുകയാണ് സ്പൈറൽ കരിക്കുലത്തിൽ അനുവർത്തിക്കുന്ന രീതി. ഈ രീതിയിൽ കൂടി മാത്രമേ പഠിതാവിന് വിജ്ഞാനം സ്വയം കണ്ടെത്താനാകൂ എന്ന് ബ്രൂണർ വാദിക്കുന്നു. ഇന്ത്യയിലെയും ചൈനയിലെയും കരിക്കുലം മാതൃകകൾ ബ്രൂണറുടെ ഈ സമീപന രീതിയിൽ നിന്നും ഉടലെടുത്തതാണ്. പാഠ്യപദ്ധതി രൂപീകരണത്തിലെ ഒരു സമീപനമാണ് സ്പൈറൽ സമീപനം. ജെറോം എസ് ബ്രൂണറാണ് ഈ സമീപനത്തിൻ്റെ വക്താവ്. പഠന വിഷയത്തിൻ്റെ ഏറ്റവും ലഘുവും സരളവുമായ വശങ്ങൾ ആദ്യവും പിന്നീട് പഠിതാക്കളുടെ മാനസിക വികസനത്തെ തുടർന്നുള്ള വർഷങ്ങൾ കൂടുതൽ ആഴത്തിൽ പഠിപ്പിക്കുകയുമാണ് സ്പൈറൽ കരിക്കുലത്തിൽ അനുവർത്തിക്കുന്ന രീതി. ഈ രീതിയിൽ കൂടി മാത്രമേ പഠിതാവിന് വിജ്ഞാനം സ്വയം കണ്ടെത്താനാകൂ എന്ന് ബ്രൂണർ വാദിക്കുന്നു. ഇന്ത്യയിലെയും ചൈനയിലെയും കരിക്കുലം മാതൃകകൾ ബ്രൂണറുടെ ഈ സമീപന രീതിയിൽ നിന്നും ഉടലെടുത്തതാണ്. സംഘബോധനം, ടീം ടീച്ചിങ് എന്നാലെന്ത്? മെച്ചങ്ങൾ എന്തൊക്കെ? ഒരു ക്ലാസ്സിൽ ഒരു അധ്യാപകൻ ഒരു വിഷയം പഠിപ്പിക്കുമ്പോൾ പല ന്യൂനതകൾ കടന്നു വരാം. എന്നാൽ സ്കൂളിലെ അധ്യാപക വിഭവസമ്പത്ത് മുഴുവനും എല്ലാ ക്ലാസ്സിലും പകർന്നു നൽകിയാൽ വിദ്യാഭ്യാസ നിലവാരവും ഗുണമേന്മയും വർദ്ധിക്കും. ക്ലാസ്സുകളിൽ അധ്യാപകർ കൂട്ടായി നടത്തുന്ന അധ്യാപനമാണ് സംഘബോധനം. ഒരു വിഷയത്തിൻ്റെ ഒരു ഏകകം ഒരധ്യാപകൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ മറ്റൊരു അധ്യാപകൻ മറ്റൊരു ഏകകത്തിന് തുടക്കം കുറിക്കുന്നു. ഒരേ പീരീഡിൽ തന്നെ വിവിധ അധ്യാപകരുടെ കൂട്ടായ ബോധനവും സാധ്യമാക്കാം. ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ ബോധനശേഷികളെ അടിസ്ഥാനമാക്കിയും സംഘബോധനം നടത്താറുണ്ട്. പാഠസജ്ജീകരണം മുതൽ മൂല്യനിർണ്ണയം വരെയുള്ള ബോധന പ്രക്രിയയിലെ വിവിധ ഭാഗങ്ങൾ വിവിധ അധ്യാപകർക്ക് നൽകിക്കൊണ്ടും സംഘബോധനം നടത്താം. ചുരുക്കത്തിൽ, സംഘബോധനം ഒരു സഹകരണ രീതിയാണ്. വിവിധ അധ്യാപകരുടെ വൈദഗ്ധ്യം സമാഹരിച്ചും എല്ലാവർക്കും നൽകുക വഴി ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്താൻ സാധിക്കുന്നു. സംഘബോധനം എന്നാൽ ഒരു ക്ലാസ്സിൽ ഒരധ്യാപകൻ ഒരു വിഷയം പഠിപ്പിക്കുമ്പോൾ പല ന്യൂനതകളും കടന്നു വരാം. എന്നാൽ സ്കൂളിലെ അധ്യാപക വിഭവ സമ്പത്ത് മുഴുവനും എല്ലാ ക്ലാസ്സിലും പകർന്നു നൽകിയാൽ വിദ്യാഭ്യാസ നിലവാരവും ഗുണമേന്മയും വർദ്ധിക്കും. ക്ലാസ്സുകളിൽ അധ്യാപകർ കൂട്ടായി നടത്തുന്ന അധ്യാപനമാണ് സംഘബോധനം. ഒരു വിഷയത്തിൻ്റെ ഒരു ഏകകം ഒരു അധ്യാപകൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ മറ്റൊരു അധ്യാപകൻ മറ്റൊരു ഏകകത്തിന് തുടക്കം കുറിക്കുന്നു. ഒരേ പീരീഡിൽ തന്നെ വിവിധ അധ്യാപകരുടെ കൂട്ടായ ബോധനവും